കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങൾ രണ്ടാളുവാ ഈ അണിയറ നാടകത്തിന് വേദി ഒരുക്കിയത്. സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഇവർക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവൂ എന്നൊരു വാക്കുണ്ടായിരുന്നു. വാക്ക് തന്നവള് തന്നെ അത് തെറ്റിച്ചു. ആദ്യ രാത്രിക്ക് വേണ്ടി ഇത്രയ്ക്ക് മുട്ടി നിൽക്കുകയായിരുന്നോ ശാരദാമ്മ നിങ്ങളുടെ മകള്? കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി ഇത് ഏത് ലോകത്താ? ഇതിപ്പോ അരി തളച്ചു തൂകി ദേഹം മുള്ളുവായിരുന്നല്ലോ. സോറി. എന്തോന്ന് സോറി? ആരോട്? ദേ കുഞ്ഞേച്ചി, രാത്രിയിലെ കാര്യങ്ങൾ വിട്ടേക്ക്. കുഞ്ഞേച്ചി മനസ്സറിഞ്ഞ് ചെയ്ത് തെറ്റൊന്നും അല്ലല്ലോ. മാത്രമല്ല, അർദ്ധരാത്രിയിൽ വണ്ടിയിൽ പാഞ്ഞെത്തി മകന്റെ മണിയറ വാതില് മുട്ടി വിളിച്ച് ആദ്യ രാത്രി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത്രയ്ക്ക് അവരുടെ മനസ്സ് വൃത്തികെട്ടതാണെന്ന് ആരും അറിഞ്ഞില്ല. കടപ്പാടിന്റെയും വാക്കുകൊടുക്കലിന്റെയും പേര് പറഞ്ഞ് അതിന് കൂട്ടുവരാൻ കൂടെ ഒരു പെണ്ണും. നാണം കെട്ട പരിപാടിയായിപ്പോയി. സത്യാമ്മയും സുസ്മിതയും ചെയ്തത് എന്നെ വേദനിപ്പിക്കുന്നില്ല ശ്യാമേ. സത്യാമ്മയുടെ അറിവോടെയല്ല വിഷ്ണുവേട്ടൻ ആദ്യ രാത്രിക്ക് ഒരുങ്ങിയതെങ്കിൽ ഇത് തന്നെ സംഭവിക്കായിരുന്നുള്ളൂ. സത്യാമ്മ സമ്മതിച്ചൊന്നൊരു 100 വട്ടം ചോദിച്ചതാ ഞാൻ വിഷ്ണുവേട്ടനോട്. അപ്പൊ എല്ലാം സമ്മതിച്ചൊന്നു തന്നെയായിരുന്നു മറുപടി. സത്യം പറഞ്ഞ മണിയറ വാതിലിൽ മുട്ടി വിളിച്ച അമ്മയ്ക്ക് മുന്നിൽ തകർന്നു നിൽക്കുന്ന വിഷ്ണുവേട്ടന്റെ മുഖം എന്നെ വേട്ടയാടുന്നത്. സത്യമ്മയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലുള്ള വിഷ്ണുവേട്ടന്റെ മൗനം, നിസ്സഹായ അവസ്ഥ. ഈ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മുന്നിൽ വളരെ വെളുത്തുള്ള ഒരു നിൽപ്പ് ഓർക്കും തോറും എന്റെ ഉള്ള തിളച്ചു മറിയുന്നത് കഞ്ഞിക്കലോ അല്ല. നിനക്കറിയോ ശ്യാമേ, സുസ്മിതയുടെ വിവാഹം കഴിഞ്ഞ ശേഷമേ വിഷ്ണുവേട്ടനുമായി ദാമ്പത്യ ബന്ധം ഉണ്ടാവൂന്ന് അങ്ങോട്ട് വാക്ക് കൊടുത്തത് ഞാനാ. ഇപ്പൊ അത് തെറ്റിയില്ലേ? ഏത് സമയം കെട്ടുപൊട്ടിക്കാൻ കാത്തുനിന്ന ഒരു കള്ളിയുടെ ചിത്രമായില്ലേ അവരുടെയൊക്കെ ഉള്ളിൽ എന്റെ സ്ഥാനം. സത്യാമ്മ തല്ലിയതിന്റെ വേദന ഞാൻ അറിഞ്ഞില്ല. പക്ഷെ പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. പറയുന്ന വാക്കുകൾക്കിടയിലും മൗനമുണ്ട്. അതെല്ലാം എനിക്കെതിരായിരുന്നു. സീതാദേവിയെ പോലെ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചത്.
ശരി, അതെല്ലാം നടന്നു കഴിഞ്ഞതല്ലേ. ഇതിനെല്ലാം കാരണക്കാരൻ വിഷ്ണുവേട്ടൻ മാത്രമാണെന്നാണോ കുഞ്ഞേച്ചി വിചാരിക്കുന്നത്? എനിക്കറിയില്ല ശ്യാമേ. എന്റെ മനസ്സിപ്പോ വെള്ളക്കടലാസ പോലെയാ. ഇതുവരെ ഒന്നും എഴുതാത്ത, അല്ലെങ്കിൽ എഴുതിയതെല്ലാം മാച്ചു കളഞ്ഞൊരു ശൂന്യമായ കടലാസം മാത്രം. തെറ്റ്. ആ കടലാസിലിപ്പോ വിഷ്ണുവേട്ടന്റെ ചിത്രം പോലും ഇല്ലാന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല കുഞ്ഞേച്ചി. വിഷ്ണുവേട്ടൻ കുഞ്ഞേച്ചിയെ അടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. കുഞ്ഞേച്ചിക്ക് സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ വിഷ്ണുവേട്ടനോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചിട്ടില്ലെന്ന്? പറ്റില്ല കുഞ്ഞേച്ചി. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ പാവം മനുഷ്യനെ ചതിച്ചതിന്റെ പാപം എത്ര തപസ് ചെയ്താലും കുഞ്ഞേച്ചിക്ക് തീർക്കാനാവില്ല. കുഞ്ഞേച്ചിയെ മാത്രം പ്രാണനും ജീവനുമായി കരുതുന്ന ഓരോ നിശ്വാസത്തിലും ശാലിനിയെ അടയാളപ്പെടുത്തിയ ഒരു പാവം മനുഷ്യനാ വിഷ്ണുവേട്ടൻ. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ആൾ കുഞ്ഞേച്ചിയും. കുഞ്ഞേച്ചിക്ക് സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ വിഷ്ണുവേട്ടനോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചിട്ടില്ലെന്ന്? ഇയാൾക്ക് വേണ്ടി മാത്രം ജനിച്ച് ജീവിക്കുന്ന, മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളെ കാണുന്നില്ല എൻ്റെ ഉള്ളില്. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. എനിക്കറിയാം, എനിക്കേ അറിയാവൂ. മോനെ വിഷ്ണു, നേരം വെളുത്ത് കുറെ നേരം കാത്തു. നിന്നെ താഴേക്ക് കണ്ടതേയില്ലല്ലോ. എനിക്കാരെയും ഫേസ് ചെയ്യാൻ വയ്യച്ച. ആകെ ഒരു ഞാനങ്ങ് ചുരുങ്ങി ചെറുതായതുപോലെ. എനിക്ക് മനസ്സിലാവും നീ ചെറുതായതല്ല, മറ്റു ചിലര് ഒരുപാട് വലുതായതാ കുഴപ്പം. സാരമില്ല, ഒരു മനുഷ്യായുസിന്റെ ജീവിതാനുഭവം കൊണ്ട് അച്ഛന് തോന്നുന്നൊരു കാര്യം പറയാം. നീ എന്താ ഉപവാസമാണോ ഈ വീട്ടിൽ? നേരം കുറെയായി, ഭക്ഷണം കഴിക്കാൻ വരാം. എനിക്ക് വേണ്ട, വിശപ്പില്ല. അതെന്താണാവോ കാര്യം? ഇപ്പോ കുടുംബശ്രീ ഹോട്ടലിലെ ഭക്ഷണമേ പിടിക്കുന്നായോ വിഷ്ണുവിന്?
ഭാമേ, അവൻ ആവശ്യമുണ്ടെ കഴിക്കുമെന്നേ. നീ വെറുതെ എന്തിനാ വെറുതെ? രാഘവേട്ട മിണ്ടാതിരുന്നേ. വീണ്ടും നീ ഇനി ചെന്ന് കയറാൻ ഉദ്ദേശിക്കുന്നതേ കുടുംബശ്രീ ഹോട്ടലിലേക്കാണെങ്കിൽ ഇവിടുന്ന് കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല മോനെ. പല തരത്തിലും നിറത്തിലുള്ളത് അവിടെ കണ്ണാടി കൂട്ടി നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ മനസ്സമാധാനം കൂടെ വിളമ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ പോയി അത് വയറ് നിറയെ കഴിക്കാം. ഭാമേ മതി. എന്നെ കൊണ്ട് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരതിരുണ്ട്. ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത് ഒരു മരപ്പാവയല്ല, നിന്റെ ഭർത്താവാ, ഇവന്റെ അച്ഛൻ. ഞാൻ പറഞ്ഞു നിന്നോട് ഇവനെ വെറുതെ ശല്യപ്പെടുത്തരുതെന്ന്. അയ്യോ, ശല്യപ്പെടുത്തുന്നില്ല, പറയുന്നത് അങ്ങ് അനുസരിക്കാം. പക്ഷേ ഇവൻ കാണിച്ച പുണ്യപ്രവൃത്തിയുടെ ന്യായം കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം ഇവന്റെ ഈ അച്ഛൻ. ശാലിനിയുമായി ആദ്യ രാത്രി ആഘോഷിക്കണമെങ്കിൽ അതിവൻ എന്നോടൊന്ന് തുറന്നു പറയായിരുന്നു. സുസ്മിതയുടെ വിവാഹത്തിന് മുൻപ് ശാലിനിയുമായി അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകില്ലെന്ന് വാക്ക് നൽകിയതേ ദേ ഇവനാ. എടാ, വാക്കിന് വില വേണം. പണ്ടവനത് ഉണ്ടായിരുന്നു, ഇപ്പൊ അവനതില്ല. സുസ്മിതയുമായി നിശ്ചയിച്ച മതി, നിർത്ത്. സുസ്മിത സുസ്മിത സുസ്മിത, ഇത്രമാത്രം നിന്റെ മനസ്സുരുവാൻ അവൾ ആരാ നിന്റെ? ആദ്യം അത് പറയൂ. എന്നോ കണ്ട ഒരു കൂട്ടുകാരിയുടെ ഏതോ ഒരു മകൾ അവളുടെ വിവാഹം കഴിയുന്നതുവരെ സ്വന്തം മകന് ദാമ്പത്യ ജീവിതം അനുവദിക്കില്ലെന്ന് പറയാൻ നീ ആരാ ഭാമേ? ജഗദീശ്വരയുടെ മനുഷ്യാവതാരമോ? ഏത് വേദപുസ്തകത്തിൽ നിന്നാ നീ ഇതിന്റെയൊക്കെ നീതിയും ന്യായവും ഒക്കെ പറയാൻ ശ്രമിക്കുന്നത്? അച്ഛൻ വേണ്ട. എന്റെ ശാലിനി പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വേണ്ട. എല്ലാം നേരിടാൻ വേണ്ടി മനസ്സ് പാകപ്പെടുത്തിയെടുക്കാം വിഷ്ണു. ഇപ്പൊ വേണ്ട വേണ്ട, നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. പെണ്ണൊരുത്തി വന്ന് കേറിയപ്പോ മുതൽ കാണുന്നതാ നിന്റെ ഈ മാറ്റം. ഇപ്പോ സ്വന്തം അച്ഛനെ നീ എനിക്കെതിരെ ഒരു ആയുധമാക്കി അല്ലേ? കൊള്ളാം മോനെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഏതായാലും ഒന്നും ഞാൻ പറയാം, നല്ലതാണോ ചീത്തയാണോന്ന് വാക്ക് തരുമ്പോഴേ തിരിച്ചറിവുണ്ടാവണം. പിന്നെ പിന്നീട് ന്യായം പറയാൻ വന്ന ഈ വീട്ടിൽ അത് ചെലവാകില്ലെന്നർത്ഥം. ഈ സത്യഭാമയ്ക്ക് ഒരു വാക്കിന് വിലയുണ്ട്. ഏത് വേദപുസ്തകം പറഞ്ഞാലും ഇല്ലെങ്കിലും അതേ ഇവിടെ നടക്കൂ. നീ വാ. കഷ്ടം. ഞാൻ ഇനി എന്ത് പറയാനാ? സ്വന്തം മക്കൾക്കെതിരെ മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം നടത്തുന്ന ഒരു കഥാപാത്രം പുരാണങ്ങളിൽ പോലും ഇല്ല. മകൻ മരിച്ചാലും മരുമകളുടെ താലി വേണ്ട. ഇഷ്ടമില്ലാത്ത നാവീന്ന് വീണ അത് കഷ്ടകാലമേ വരുത്തൂ. മോനെ, ഞാൻ നേരത്തെ പറഞ്ഞ തിരുത്തുവാ. ചില സ്ത്രീകളെ അറിയാൻ ഒരു മനുഷ്യായുസ്സൊന്നും പോരാ, അത്ര തന്നെ.
ദോശ വേണേ. ഒരു ഇഡലിയുടെ. നേരം കുറെ ആയല്ലോ. കുഞ്ഞിച്ചി വല്ലതും കഴിച്ചായിരുന്നോ? നീ എന്തിനാ ഇപ്പൊ അതറിയുന്ന? അറിയാതെ പിന്നെ. ഇന്ന് രാവിലെ മുതൽ ജലപാനയില്ലാതെ ചേച്ചി ഓടി നടന്നു ഓരോരുത്തർക്കും ഭക്ഷണം വിളമ്പുന്നുണ്ടെന്ന് എനിക്കറിയാം. മാറി നിൽക്കുന്നതോ വല്ലതും കഴിക്കുന്നതോ കണ്ടുമില്ല. അതാ ചോദിച്ചത്, വല്ലതും കഴിച്ചോന്ന്. നീ ഇനി ഇതിപ്പോ അമ്മയോട് വിളമ്പാനൊന്നും നിൽക്കണ്ട. എനിക്കിപ്പോ വിശപ്പില്ല. വിശപ്പുള്ളവർക്ക് വിളമ്പുന്നു. അതാ അന്നം ഉണ്ടാക്കുന്നവരുടെ ചുമതലയെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മമാരെ തത്വങ്ങൾ ഒരുപാട് പറയും. അത് വിഴിഞ്ഞാലേ വിശപ്പ് മാറില്ല. തൽക്കാലം വല്ലതും കഴിച്ച് മനസ്സൊന്ന് തണുക്കാൻ എവിടെയെങ്കിലും പോയി അല്പനേരം വെറുതെ ഇരിക്കുക. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. വെറുതെ ഇരിക്കാനോ? അതെ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ചക്രമാ മോളെ. അതിങ്ങനെ കറങ്ങാതെ വെറുതെ ഇരുന്ന ഓട്ടുപാത്രം പോലെ ക്ലാവ് പിടിക്കും. അനാവശ്യ ചിന്തകളും മനസ്സിനകത്ത് കയറി വരും. എന്തിനാ ഈ മനസ്സിനെ വെറുതെ ക്ലാവ് പിടിപ്പിക്കുന്നത്? ശാന്തേ, അവക്ക് കൊടുക്കും. ഫോൺ. ഹലോ, ഞാനാ വസുമതി. മനസ്സിലായി ആന്റി. അല്ല, നീ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, നിറവയറുമായിട്ട്. അന്ന് അവളെ ഇവിടെ നിർത്തുന്നതിന് ചില ഉപാധികൾ ഞാൻ പറഞ്ഞിരുന്നു. DNA ടെസ്റ്റ് നടത്തി അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മകൻ അർജുനാണെന്ന് തെളിയുന്നത് വരെ അവളെ ഇവിടുന്ന് പുറത്തേക്ക് അയക്കുകയോ അവിടുന്ന് ആരും ഇങ്ങോട്ട് വരികയോ ചെയ്യാൻ പാടില്ലെന്നായിരുന്നു ഉപാധികളിലൊന്ന്. ഓർമ്മയുണ്ടാവും നിനക്കത്? ഉണ്ട് ആന്റി, ഓർമ്മയുണ്ട്. എന്നാലേ വന്നപ്പോ മുതൽ അവളുടെ തല സദാബി ആ ഫോണിന്റെ ഉള്ളിലാ. ഇവിടെ മുറ്റത്ത് കമിഴ്ന്ന് കിടക്കുന്ന ഒരു പ്ലാവില മലർത്തി വെക്കാനുള്ള ഉപകാരമില്ല അവളെ കൊണ്ട്. ശരി, തലയിലായില്ലേ? അതും വേണ്ടാന്ന് വെച്ചേക്കാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾക്കിനി ആതുര ശുശ്രൂഷയ്ക്ക് കൂടി ആളെ വെക്കണമെന്ന് പറഞ്ഞാ എനിക്ക് സൗകര്യമില്ലാന്ന് പറയാനാ ഞാനിപ്പൊ നിന്നെ വിളിച്ചത്. ആതുര ശുശ്രൂഷയോ? എന്ത് പറ്റി ആന്റി? പറ്റാനൊന്നുമില്ല. അവളീ വയറും വെച്ചോണ്ട് ബാത്റൂമിലൊന്ന് വീണെന്ന്. അയ്യോ എന്റെ ദൈവമേ! ഇതിപ്പോ ഞാൻ അവളുടെ വീട്ടുകാരെ വിളിച്ച ആദ്യം പറയേണ്ടത്. പക്ഷേ എനിക്കിപ്പോ ആ കുടുംബമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മകൻ അർജുനാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി ആ ബന്ധം നിലനിർത്തൂ. എന്താ മോളെ, എന്തുപറ്റി? അതെ, നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ അന്യായ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്തിയിരിക്കുന്നു ഞാനിപ്പോ കരുതുന്നുള്ളൂ. അതുകൊണ്ടാ വെറും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണെങ്കിലും നിന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് എന്റെ പ്രീതിക്ക് ഇപ്പൊ എന്തെങ്കിലും പറ്റിയോ? എന്താ ഇപ്പൊ അവളുടെ അവസ്ഥ? പ്രീതി, ഞാൻ ഈ പറഞ്ഞതെല്ലാം മലയാളമല്ലേ?
എന്താ പറ്റിയെന്ന് വേണമെങ്കിൽ നിനക്കൊന്ന് നോക്കാം. ഇവിടെ ഉള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് അർത്ഥം. എന്താടി, എന്താ കാര്യം? വസുമതി ആന്റിയെ വിളിച്ചത് പ്രീതി ബാത്റൂമിൽ വീണെന്ന്. അയ്യോ എന്റെ ഭഗവതി. എന്നിട്ട് എന്തായെന്നൊന്നും പറഞ്ഞില്ല. അവര് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഫോൺ സ്വിച്ച് ഓഫാ. മനഃപൂർവ്വമാണെന്നാ തോന്നുന്നത്. ഇനി എന്താ കുഞ്ഞേച്ചി ചെയ്യേണ്ടത്? അമ്മേ, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. വസുമതി ആന്റിയുടെ കാര്യമായതുകൊണ്ട് ഡോക്ടർ പോലും വിളിച്ചിട്ടുണ്ടാവില്ല. അവര് കിടന്ന് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. അത് ആപത്താ. എന്നാ പിന്നെ ഞാനും കൂടെ വരാം മോളെ. വയറ്റ് കണ്ണിയായിരിക്കുന്ന പെണ്ണല്ലേ, എന്തെങ്കിലും സംഭവിച്ചാലോ? വേണ്ടമ്മേ, ഹോട്ടലിൽ ആള് വേണ്ടേ? ഇത് ഞാൻ നോക്കിക്കോളാം. ആദ്യം അവിടെ ചെന്ന് കാര്യം എന്താണെന്നറിയട്ടെ. ഞാൻ വിളിച്ചോളാം അമ്മേ. എന്റെ ദൈവങ്ങളെ, ആ കുഞ്ഞിനൊരാപത്ത് വരുത്തല്ലേ. അവിടുന്ന് വന്നിട്ട് ഇതുവരെയൊന്നും സംസാരിച്ചു പോലുമില്ല. നേരിട്ട് വിളിച്ച ശാലിനി എങ്ങനെയോ പ്രതികരിക്കുക. അല്ലെങ്കിൽ വേണ്ട, ശാരദാമ്മയെ വിളിക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഹലോ. ആ അമ്മ, ഞാനാ വിഷ്ണു. മനസ്സിലായി മോനെ. നിന്റെ കാര്യം പലവട്ടം ഓർത്തതാ, വിളിച്ചില്ലെന്നേ ഉള്ളൂ. ശാരദാമ്മ, ഇന്നലത്തെ സംഭവത്തിന്റെ കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണം. മാപ്പ്. അയ്യോ, അതൊന്നും സാരമില്ല കുഞ്ഞെ. സത്യമേ നമുക്ക് അറിഞ്ഞൂടാത്തൊന്നും അല്ലല്ലോ. അല്ല, മോനിപ്പോ എവിടെയാ ഉള്ളത്? പ്രീതി മോളുടെ അടുത്താണോ? അല്ല, ഞാൻ എന്റെ വീട്ടിലാ. എന്തു പറ്റി? അയ്യോ, അപ്പൊ മോൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ ശാരദാമ്മ? അത് പ്രീതി ബാത്റൂമിൽ വീണ് എന്തോ അപകടം പറ്റിയെന്നും പറഞ്ഞ് ഫോൺ വന്നു. ഇവിടുന്ന് പോയിരിക്കുക ശാലിനി. എന്താ ഏതാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചത് മോൻ ആ വിശേഷം പറയാൻ എന്നെ വിളിക്കാന്നാ. എന്റെ ദൈവമേ. പ്രീതി, ഇപ്പൊ വേദന കുറവുണ്ടോ? കുറവുണ്ട്. സാരമില്ല, മാനേജ് ചെയ്യാം. സത്യം പറഞ്ഞ നേരിട്ട് കണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോഴാ ഒരാശ്വാസമായത്. ബാത്റൂമിൽ വീണെന്ന് വിളിച്ചു പറഞ്ഞതല്ലാതെ ഡീറ്റെയിൽസ് ഒന്നും വസുമതി ആന്റി പറഞ്ഞതുമില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഞാനങ്ങ് പേടിച്ചുപോയി. അവരങ്ങനെ ചെയ്യും. വീണപ്പോ ഒരു ഡോക്ടർ പോലും വിളിക്കാനുള്ള മര്യാദ അവർ കാണിച്ചില്ല. എനിക്കാണെങ്കിൽ അർജുനേട്ടനെ വിളിച്ച് പറയാനും തോന്നിയില്ല. ശാലിനി വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയനെ. അമ്മേ, അവളുടെ കാര്യം എന്തായെന്ന് നോക്കണ്ടേ? അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, ജീവൻ കിടപ്പുണ്ടല്ലോ. പോരാത്തതിന് ഒരുത്തി കൂടി അകത്തുണ്ടല്ലോ. എന്നാലും ഗർഭിണിയായിരിക്കല്ലേ അമ്മേ? എന്തെങ്കിലും സംഭവിച്ചാ? ഓ, നിനക്കെന്ത് മുതലാടി അവളോട് സഹതാപം തോന്നി തുടങ്ങിയത്? സഹതാപം കൊണ്ടൊന്നുമല്ല അമ്മേ.
അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചാ ഇവിടുത്തെ ജോലിയൊക്കെ ആരാ ചെയ്യാ? വെറുതെ എന്തിനാ ജോലിക്കാരിക്ക് കാശ് കൊടുക്കുന്നത്? അവക്ക് എന്തു പറ്റാനാ? കൂടിപ്പോയാ ആ വയറ്റിലുള്ളതങ്ങ് കലങ്ങി പോവായിരിക്കും. അത് നമ്മുടെ അർജുന്റേതാണെന്ന് ഉറപ്പൊന്നുമില്ലാത്ത സ്ഥിതിക്ക് കലങ്ങിയാലും പോട്ടെന്ന് വെക്കും ബസ്മതി. പ്രീതി, അവളെ ഇവിടെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത് വരെ ഇങ്ങനെയുള്ള സൗഹൃദ സന്ദർശനമൊക്കെ വേണ്ടാന്ന് വിലക്കിയിരുന്നു ഞാൻ. എന്റെ അനിയത്തി, അതും ഗർഭിണിയായ ഒരു പെൺകുട്ടി ബാത്റൂമിൽ വീണ് വയ്യാതെ കിടക്കാന്ന് പറയുമ്പോ നിങ്ങൾ വരച്ച ലക്ഷ്മണരേഖ കണ്ട് കയ്യും കെട്ടിയിരിക്കാൻ വിഷ്ണു ഒരു മണ്ണുണ്ണിയല്ല. നീ എന്താടാ എന്നെ പേടിപ്പിക്കാൻ വന്നാണോ? അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരുപാട് തലയിട്ടാൽ നിങ്ങൾ പേടിക്കും, നന്നായി പേടിക്കും. പ്രീതി അകത്തുണ്ട്, നീ വേണമെങ്കിൽ ചെന്ന് കണ്ടിട്ട് പോ. എന്തിനാമ്മ വിട്ടുകൊടുത്തത്? സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാൻ പാടില്ല എന്നാ. അത് അവനറിയാമോന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. ഇങ്ങനത്തെ കേടികളൊക്കെ ഒറ്റ ബുദ്ധിയാ. അതുകൊണ്ടല്ലേ ശരീരം മറന്ന് വല്ലവനെയൊക്കെ വെട്ടാനും കുത്താനും പോകുന്നത്. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെയാ. അതുകൊണ്ട് അവൻ കണ്ടിട്ട് പോട്ടെ. പ്രീതി, വിഷ്ണുവേട്ടനാണല്ലോ. പ്രീതി, ഇതെങ്ങനെയാ ഏട്ടനറിഞ്ഞേ? അതെ, ബസുമതി ആന്റി തിരിഞ്ഞു നോക്കിയില്ലെന്നൊന്നും വിഷ്ണുവേട്ടൻ അറിയണ്ട. പെട്ടെന്നുള്ള ദേഷ്യത്തില് ചിലപ്പോ എന്തെങ്കിലും ചെയ്തെന്നിരിക്കും. പിന്നെ ആളിപ്പോഴേ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയണ്ട. അത് ശരിയാവില്ല. അതെന്താ നിങ്ങൾ തമ്മിൽ ഇതുവരെ പിണക്കം മാറിയില്ലേ? അത് പിന്നെ പറയാം. ആളെത്തി പോലെ ശാലിനി. പ്രീതി, ഞാനിവിടെ ഉണ്ട് വിഷ്ണുവേട്ടാ. എന്താ പറ്റിയ നിനക്ക്? ബാത്റൂമിൽ ഒന്ന് വീണു വിഷ്ണുവേട്ടാ. സാരമില്ല. എടി സൂക്ഷിക്കണ്ടേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, കാലൊന്നിടിച്ചു. പിന്നെ നടുവിന് ചെറിയൊരു ചതവ്, അതങ്ങ് മാറിക്കോളും. അല്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പമില്ല. എല്ലാം ഈശ്വരാധീനം. കുറച്ചു ദിവസത്തേക്ക് വേറെ ആരുടെയെങ്കിലും കൂടി സഹായത്തിലേ ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് നോക്കാം. അല്ല, അർജുനോട് പോയി? ആ, അർജുനേട്ടൻ കരുവാറ്റ് വരെ പോയി ഒരു കേസിന്റെ കാര്യത്തിന്. വൈകിട്ടേ വരൂ. അല്ല, അപ്പൊ വേറെ ആരും വന്നില്ലേ അവിടെ? വേറെ ആര് വരെ? ആരെയാ വിഷ്ണുവേട്ടൻ കാണേണ്ടത്? അല്ല, ശാലിനി വന്നില്ലേ? വന്നിരുന്നല്ലോ. എന്നിട്ടോ? കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് അവള് പോയി. അല്ല, അയാള് നിന്നോട് വേറൊന്നും പറഞ്ഞില്ല? വേറെന്ത് പറയാ? വിഷ്ണുവേട്ടൻ എന്താ അറിയണ്ടേ? എന്റെ കാര്യങ്ങൾ എന്തേലും പറഞ്ഞോ? എന്ത് കാര്യം? ഈ വിഷ്ണുവേട്ടൻ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കാണല്ലോ. അല്ല, അത് പിന്നെ അത് എന്നോടേ അയാൾ ചെറുതായിട്ട് പിണങ്ങിയിരിക്കുക. പിണക്കോ? അതെന്തിനായിട്ടാ? അത് ഞാൻ ആ ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ചീറ്റിപ്പോയി. അയ്യോ, അതെങ്ങനെ? അതൊക്കെ സംഭവിച്ചടി. ശാരദാമ്മയുടെ വീട്ടിൽ പോവാൻ അമ്മ അനുവാദം തന്നു എന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നേ?
വാസ്തവത്തിൽ അങ്ങനെ അനുവാദം തന്നിരുന്നില്ല അമ്മ. അയ്യോ, എന്നിട്ട് അത് ഞാൻ ഒപ്പിച്ചൊരു കുസൃതിയായിരുന്നു, ആരും അറിയിക്കാതെ. ശാലിനി, എടി, അവൾ അക്കാര്യം അറിയുമ്പോൾ എനിക്കൊരു ചമ്മലല്ലേ. പിന്നെ ഞാൻ എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കുക? ഏട്ടൻ സംഗതി പറയേ. അത് ഞാനൊരു മിമിക്രി കാട്ടിയതാ. എന്റെയും ശാലിനിയുടെയും ദാമ്പത്യം തുടങ്ങാനുള്ള മുഹൂർത്തം ഏറ്റവും ശുഭകരമായിട്ടുള്ള ദിവസം ഇന്നാണത്രേ. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? എന്നായാലും നടക്കേണ്ടതല്ലേ? അല്ല, ഇന്നാണ് ഏറ്റവും നല്ല മുഹൂർത്തമെങ്കിൽ ഇന്ന് തന്നെ നടക്കട്ടെ. ചിരിക്കണ്ട, ഇതാ സംഭവിച്ചു. അമ്മ ആദ്യ രാത്രിക്ക് സമ്മതിച്ചതായിട്ടാ ശാലിനി ശാരദമ്മയൊക്കെ വിശ്വസിച്ചിരിക്കുന്നേ. അയ്യോ എന്റെ ഏട്ടാ, സത്യോടെ എനിക്ക് ചിരിക്കാൻ വയ്യ. ശാലിനി, നീ ഇത് കേട്ടോ? സോറി. ഇയാളിവിടെ ഉണ്ടായിരുന്നല്ലേ? സോറി ഏട്ടാ, ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എന്നോട് ശാലിനി പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ. നല്ലതൊരു വല്ലാത്ത ചതിയായി പോയിട്ടാ. അപ്പൊ ബാക്കിയുള്ളവരുടെ ഏട്ടൻ ചെയ്തതോ? പാവ ശാലിനിക്ക് ഒരു അടിയും വാങ്ങിക്കൊടുത്തു. അല്ല, അതിലെനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്ന കരുതിയില്ല. സോറി, ഞാനൊന്നും മനപ്പു. സോറി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അടി കിട്ടിയതിലൊന്നും എനിക്കൊരു വേദനയുമില്ല. പക്ഷെ എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു ഇക്കാര്യം. അത് എന്റെ ചമ്മല് കൊണ്ട് ഞാൻ സോറി. എന്ത് സോറി? എന്റെ അമ്മയുടെയും അനിയത്തിയുടെയും എന്തിന് ആ സുസ്മിതയുടെ മുന്നിലും എന്നെ അപമാനിച്ചു നിങ്ങൾ. ഈ പ്രൗഢിസം മാത്രമല്ല, നിറയെ കള്ളത്തരവും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഓർക്കണമായിരുന്നു. എനിക്കിങ്ങനെ ദേഷ്യപ്പെടണമെന്നില്ല. ഞാൻ സോറി പറഞ്ഞില്ലേ, കാര്യം പറഞ്ഞില്ലേ, പിന്നെന്താ തെറ്റ്? എന്നോട് നേരിട്ടല്ല, ഞാൻ ഇവിടെ ഇല്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ പ്രീതിയോടെല്ലാം തുറന്നു പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും അറിയ പോലും ഇല്ലായിരുന്നു. എന്റെ ശാലിനി അതിൽ പിടിച്ചു തൂങ്ങാതെ എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം കിട്ടിയാൽ മതി, ഇയാളത് പെരുപ്പിച്ച് വലുതാവും. എന്ത് കൊച്ചു കാര്യം? എപ്പോഴും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ നാടകവും മിമിക്രി കാണിക്കുന്നത് പതിവാണല്ലോ. അത് മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വേദനയും വിഷമവും എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഈ സോറി പറഞ്ഞത് പോലും മറ്റൊരു മിമിക്രി അല്ലെന്ന് ആർക്കറിയാം? എന്റെ ദൈവമേ, ഞാൻ ഇവിടെ ശരിയാവില്ല. നിനക്കതിൽ ആവശ്യമുണ്ടാ? തൽക്കാലത്തെ കാര്യങ്ങളൊക്കെ ശാലിനി ചെയ്തു തന്നോളൂ. ശാലിനി ഉണ്ടല്ലോ ഇവിടെ. ഓ, എന്നാ ഞാൻ ഇറങ്ങാം. ശ്രദ്ധിച്ചോളേ. ഞാൻ വിളിച്ചോളാം തന്നെ. അതെന്താ ഏട്ടാ പെട്ടെന്ന്? ഏയ് ഒന്നുമില്ല, കുറച്ച് ജോലിയുണ്ട് അവിടെ. കുറച്ചു മുമ്പ് എന്നെ വെല്ലുവിളിച്ചിട്ടാണല്ലോ നീ നിന്റെ അനിയത്തിയെ കാണാൻ പോയത്. ആ സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. ഇത്രയും അഹങ്കാരം കാണിച്ച നിന്റെ അനിയത്തിയെ
തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോവാനും കുളിപ്പിക്കാനും ഒന്നും ഇവിടെ ആളില്ല. എന്റെ മകന്റെ കുഞ്ഞാണെന്ന് ഉറപ്പ് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് നീ വേറെ ആളെ നോക്കിക്കോണം. ഒരു ജോലിക്കാരിയെ. അത് നിന്റെ ഭാര്യയെങ്കിൽ ഭാര്യ, അമ്മയെങ്കിൽ അമ്മ. ഉടൻ ആള് വേണം, മനസ്സിലായല്ലോ? ആ ദേഷ്യവും എടുത്തു ചാട്ടവും ഒക്കെ മാറ്റി വെച്ചേക്കണം കേട്ടോ. പ്രീതിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. നിന്നെ കല്യാണം കഴിപ്പിച്ച് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് വരെ ജീവനം പിടിച്ച് മുത്തശ്ശി കൂടെ ഉണ്ടാവും. ചേട്ടാ, വെള്ളമുണ്ടോ ഇതിനകത്ത്? അയ്യോ ഇല്ലല്ലോ മോളെ. നോക്കട്ടെ, നമുക്ക് വാങ്ങിക്കാം. ഒരു പാലവും പാടവും കട്ട് ചെയ്ത് നമ്മൾ പോകുന്നത്. അവിടെ ഒരു മാടക്കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. എന്തായി? ആ വണ്ടി കണ്ടെത്തിയില്ലേ നിങ്ങൾ? മെയിൻ റോഡിൽ ഞാൻ ആളെ നിർത്തിയിട്ടുണ്ട്. പെരുവണ്ണാപുരത്ത് നിന്ന് ഹൈവേയിലേക്ക് കയറാൻ ഇനി അപ്രോച്ച് റോഡാണ് എളുപ്പം. ഒരു 10-15 കിലോമീറ്റർ കുറവാ. ആ കണക്കൊക്കെ എനിക്കറിയാം, നീ എന്നെ പഠിപ്പിക്കണ്ട. ആ കളവന്റെ ഒരു ഡ്രൈവിംഗ് സ്പീഡ് വെച്ച് ഈ സമയത്തുള്ള ഈ ജംഗ്ഷൻ കടക്കില്ലെന്ന വിശ്വാസം തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഒരു വെള്ള ടാക്സിക്കാർ.
ചേട്ടാ ഒരു കുപ്പി വെള്ളം കിടക്കും. ശരി. പിടിക്കണവളെ പോടാ. എനിക്കൊന്നും അറിയില്ല. നീ എന്നെ പെണ്ണിനെയും കൊണ്ട് കടന്നോളാ. നിക്കണ പറഞ്ഞ അവിടെ നിൽക്കാൻ. നിക്കണോടെ നിൽക്കാൻ. നിക്കണോടെ നിൽക്കാനല്ല പറഞ്ഞത്. നിക്കണോടെ എന്താണ് പ്രശ്നം? ഒന്നുമില്ല, നീ അങ്ങ് മാറ്. അതെങ്ങനെ മാറും? ഇതിപ്പോ സംഗതി ക്ലിയർ അല്ലേ? നാട്ടുംപുറം നട്ടുച്ച ഒരു പെൺകിടാവ് പ്രാണനും കൈപിടിച്ച് ഓടുന്നു. 4 എണ്ണം ജീൻസും ടീഷർട്ട് ഇട്ട് പിന്നാലെ ഇങ്ങനെ ഓടുക. ഇനിയിപ്പോ നിങ്ങൾ അയച്ചത് ആരാന്ന് കൂടി പറഞ്ഞാൽ മതി. നമുക്ക് ഒരു സ്റ്റണ്ട് സീൻ അങ്ങോട്ട് തുടങ്ങാം. ഞാനാ